തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെനിസ്വേലയിലെ റഷ്യയും ചൈനയും അല്ലാത്ത സാമ്രാജ്യ ശക്തിയായ അമേരിക്കയുടെ അധിനിവേശത്തെ കുറിച്ചാണ്. ശനിയാഴ്ച രാത്രിയിൽ നടന്ന ഒരു പ്രസിഡന്റിനെ റാഞ്ചി കൊണ്ടുപോയിരിക്കുകയാണ് വേറൊരു പ്രസിഡന്റിനെ അവരോധിക്കുന്നു. എല്ലാ ഓയിൽ കമ്പനികളും ഏറ്റെടുക്കുന്നു. സർ, എന്താണ് ഇത് നടക്കുന്നത്? എല്ലാ ലോക നിയമങ്ങളും, ഇന്റർനാഷണൽ ലോസ്, യു എൻ ഇതുവരെ ശ്രദ്ധിച്ചോന്ന് തോന്നില്ല. ഇന്ത്യ പോലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അത് ഡൊണാൾഡ് ട്രംപിന്റെ സുഹൃത്തായ പ്രൈം മിനിസ്റ്റർ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ലോകത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു കൊളോണിയൽ രൂപം, പുറകോട്ട് പോയുള്ള ഒരു കൊളോണിയൽ രാഷ്ട്രീയ രൂപം കൈവരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വവും ലോക സാമ്രാജ്യത്വവും നിരവധി ഇത്തരത്തിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും മറ്റുള്ള പരമാധികാര രാഷ്ട്രങ്ങളുടെ നേരെ നടത്തിയിട്ടുണ്ട്, തട്ടിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്, ആളുകളെ, ഭരണകൂടങ്ങളെ മാറ്റിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൽ 19-ാം നൂറ്റാണ്ടിലേക്ക് പോയി കച്ചവട യുദ്ധങ്ങളുടെ രൂപത്തിലുള്ള കൊളോണിയൽ എന്ന് പറയാവുന്ന ആ കൊളോണിയൽ രീതിയിലുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു പ്രാകൃത രൂപത്തിലേക്കാണ് ട്രംപിന്റെ അമേരിക്ക ഇന്ന് ലോകത്തെ മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു വിലയിരുത്തൽ ഇതാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് പുറകോട്ട് പോയുള്ള ഒരു എന്താ പറയണ്ടേ, തെമ്മാടിത്തത്തിന്റെ ഒരു പ്രാഗ്രൂപമാണ് ഇന്ന് സാമ്രാജ്യത്വം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതും വളരെ മോൺറോ ഡോക്ട്രിൻ എന്നെല്ലാം ട്രംപ് തന്നെ പറയുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ മോൺറോ ഡോക്ട്രിനൊക്കെ എത്രയോ കാലം മുൻപുള്ളതാണ്. അതായത് സ്വാധീന മേഖലകൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ഇവിടെ പടിഞ്ഞാറൻ മേഖല ഭരിക്കും, ചൈനക്കാരൻ വേണമെങ്കിൽ ഏഷ്യ പസഫിക് ഭരിച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ റഷ്യക്കാരൻ വേണമെങ്കിൽ കഴകിസ്ഥാനും സെൻട്രൽ യൂറോപ്പും ഒക്കെ ഭരിച്ചുകൊള്ളട്ടെ എന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള മോൺറോ ഡോക്ട്രിൻ, കച്ചവട യുദ്ധങ്ങൾ എല്ലാത്തിന്റെ അടിസ്ഥാനമായി ഇപ്പൊ ഇത് വളരെ വ്യക്തമായി ഓയിൽ, അത് എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം, എണ്ണയ്ക്ക് വേണ്ടി ചൈനയ്ക്കെതിരായിട്ടുള്ള പ്രോക്സി യുദ്ധം മറക്കണ്ട. ഇത് അത്രയും അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഏറ്റവും അധികം വെനസ്വേല ഓയിൽ മേടിക്കുന്ന രാഷ്ട്രം ചൈനയാണ്. അമേരിക്കയ്ക്ക് ഓയിൽ ഇപ്പോഴും ആവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ കാലമായി അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് വമ്പിച്ച തിരിച്ചടി നേരിട്ടുകൊണ്ട് വെനസ്വേലയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് മറ്റു കാര്യങ്ങളൊന്നും, ഈ ഡ്രഗ്സും സോഷ്യലിസവും ഒന്നും ഒരു പ്രശ്നമല്ല. സോഷ്യലിസത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ട്രംപ് ചെയ്തതെന്നൊന്നും വിശ്വസിക്കാനുള്ള രാഷ്ട്രീയ മൗഢ്യം എനിക്കില്ല. കാരണം അത്തരത്തിൽ സോഷ്യലിസത്തിന്റെ ഒരു ബൊളിവാറിയൻ സോഷ്യലിസ്റ്റ് മാതൃക ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. അപ്പോൾ കൃത്യമായി ഇത് കച്ചവടത്തെ ലക്ഷ്യമാക്കി ചൈനയെ, തങ്ങളുടെ മുഖ്യ ശത്രുവായ ചൈനയെ സാമ്പത്തികമായും ജിയോ പൊളിറ്റിക്കലായും ഒറ്റപ്പെടുത്തുന്നതിന്റെ അടുത്തത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലും ഏറ്റവും അടുത്തത് രാഷ്ട്രീയമായിരുന്നുവെങ്കിൽ അടുത്ത ക്യൂബ ഉണ്ടായിരുന്നല്ലോ. ക്യൂബയുടെ അത്രയും സോഷ്യലിസം പോലെ. അപ്പൊ ക്യൂബയെ പിടിക്കാതെ നിങ്ങൾ വെനസ്വേലയെ പിടിക്കുമ്പോൾ അത് പ്രാകൃതമായ കച്ചവട താല്പര്യത്തിന്റെയും യുദ്ധവെറിയുടെയും കാര്യം. പിന്നെ ഏറ്റവും താങ്കൾ പറഞ്ഞത് മോഡി പറഞ്ഞിട്ടില്ല എന്ന്. മോഡി പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ, അമേരിക്ക എന്ന വാക്കുപയോഗിക്കാതെ, US എന്ന വാക്കുപയോഗിക്കാതെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വളരെ മോശം വാക്കിൽ പറഞ്ഞാൽ ഒരു അഭിപ്രായമില്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും അഭിപ്രായം പ്രകടന രാഷ്ട്രങ്ങളിൽ ഏറ്റവും ദയനീയമായ ഒരു ദാസ്യം പ്രകടിപ്പിക്കുന്ന അഭിപ്രായമാണ് ഇന്ത്യയുടെ വിദേശകാര്യാലയം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ രാഷ്ട്രീയം. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി കൂടി എനിക്ക് തോന്നുന്നത് ട്രംപ് ചെയ്തിട്ടുണ്ട്. അതായത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ചൈന പ്ലാൻ ചെയ്യുന്ന
തൈവാൻ അധിനിവേശം, ഇതിനൊക്കെ ലെജിറ്റിമസി കൊടുത്തിരിക്കുകയാണ് ട്രംപ് ഇതുവഴി. തീർച്ചയായിട്ടും വളരെ ശരി, വളരെ ശരി. കാരണം ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിയമം എന്ന ആ മൂല്യം നിങ്ങൾ സ്വയം പ്രവർത്തിച്ചാൽ അത് യുക്രൈനിൽ റഷ്യ നടത്തിയ കടന്നാക്രമണത്തെ ന്യായീകരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉക്രൈനിൽ റഷ്യ കടന്നു കയറിയതിന് ഇനി നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയുക? നാളെ ചൈന തൈവാൻ പിടിച്ചടക്കിയാൽ അത് അവരുടെ സ്വാധീന മേഖലയിൽപ്പെട്ട അവർക്ക് അവകാശപ്പെട്ട എന്താ വെനിൻസുലയും അമേരിക്കയുമുള്ള ബന്ധത്തെക്കാൾ എത്രയോ വലിയ ബന്ധമാണ് വംശീയമായും രാഷ്ട്രീയമായും ചരിത്രപരമായും ഈ ചൈനയും തൈവാനിലെ ജനങ്ങളും തമ്മിലുള്ളത്. അങ്ങനെ ഒരു ചൈനയുടെ ആക്രമണം നടന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൂടി നിങ്ങൾ കാണുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ ഇന്ത്യയിലെ മോഡി ഗവൺമെന്റ് അതിനെ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ട്രംപ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് എന്റെ മനസ്സ് നന്നായി അറിയാം, മോഡിക്ക് നല്ലോണം അറിയാം, എന്നെ വെറുതെ പിണക്കണ്ട, എന്നെ സന്തോഷിപ്പിച്ച് നിർത്തലാണ് രാഷ്ട്രീയമെന്ന് നല്ലവണ്ണം അറിയുന്ന സുഹൃത്താണ്. അതുകൊണ്ട് അതിവേഗം അദ്ദേഹം റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് നിർത്തുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടും പ്രതികരിച്ചിട്ടില്ല. ചെറിയ എന്തൊരു തരം ദയനീയമാണ് ഈ വിശ്വഗുരു. ഇതാണോ വിശ്വഗുരു? ഇതാണോ ഹിന്ദു രാഷ്ട്രത്തിന്റെ ദേശീയത? ഇതാണോ ആത്മാഭിമാനം? അത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയില് സംഘി, അതായത് RSS BJP ഹാൻഡിലുകള് നമ്മൾ ഇതുപോലെ POK പിടിക്കണം, ബംഗ്ലാദേശിൽ ചിക്കൻ നെക്ക് ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞൊരു ക്യാമ്പയിൻ അവര് ഇൻഫോർമൽ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചിരി വരും ഇത് കണ്ടു കഴിഞ്ഞാൽ. അതായത് അമേരിക്ക ചെയ്തതിന് തുല്യമായിട്ട് നമ്മൾ പാകിസ്ഥാന്റെ അടുത്ത് POK പിടിക്കാൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് വെട്ടിമുറിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മുഴുവനും റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു മാത്രമാണ്. അമേരിക്കയെ ചൊടിപ്പിക്കാതെ എങ്ങനെയും ഈ ക്രൈസിസ് ഓവർകം ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അഖണ്ഡ ഭാരതം പുനർസൃഷ്ടിക്കാനായിട്ട് ട്രംപ് നല്ല മാതൃക തന്നിരിക്കുന്നു. ശ്രീലങ്ക പിടിക്കാം, അഫ്ഗാനിസ്ഥാൻ പിടിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം RSS ഹാൻഡിലുകളും RSS നേതൃത്വവും ഇത്ര ദാസ്യം നമ്മുടെ പരമാധികാരത്തിന്റെ, ഇന്ത്യൻ സ്വാഭിമാനത്തിന്റെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യത്തെ കാര്യമാക്കാതെ ഈ അമേരിക്കൻ നിലപാടുകൾക്ക് ഏക രാജ്യം ലോകത്ത്, ഞാൻ പറയുന്ന അഭിപ്രായം പറഞ്ഞതിൽ ഏക രാജ്യം, എന്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ, യുണൈറ്റഡ് നേഷൻസ്, ഇവർ പോലും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് RSS സർക്കാർ, ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ സർക്കാർ എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കണം. നാളെ ഇത് യുദ്ധത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു, ഇന്ത്യയുടെ പരമാധികാര നഷ്ടം വർദ്ധിപ്പിക്കും. വേറൊരു രാജ്യത്തെ കുറിച്ച് ട്രംപിന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞോ? ചൈനയെ കുറിച്ച് പറഞ്ഞോ? റഷ്യയെ കുറിച്ച് പറഞ്ഞു? വേറെ ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് എന്റെ മനസ്സറിയാം, എന്നെ പേടിയാണെന്ന് പരസ്യമായി പറയുന്ന ഒരു വൻ ശക്തിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നടക്കുന്ന ദേശീയതയുടെ വക്താക്കൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ ദേശീയതയുടെ വക്താക്കളാണ്. കമ്മ്യൂണിസ്റ്റുകാർ സാർവദേശീയതയുടെ വക്താക്കളാണെന്ന് പറയാം, അല്ലെങ്കിൽ സ്യൂഡോ നാഷണലിസം ആണെന്ന് പറയാം കോൺഗ്രസിന്റെ. ഇതെന്താണ്? ഇത്ര ദേശസ്നേഹം പറയുന്ന, ഇത്ര ദേശീയത പറയുന്ന, ഇത്ര തീവ്രവാദം പറയുന്ന ഒരു രാജ്യം അമേരിക്കയുടെ ഇത്ര വംശീയവും ഇത്ര നമ്മുടെ ഇന്ത്യയുടെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് മറുപടി പറയാൻ കഴിയാത്ത എന്താ? നമുക്ക് അമേരിക്കയുടെയും ഇത് വേറൊരു കാര്യം കൂടി. ഈ കീഴടങ്ങലിന്റെ സമയത്ത് ഇന്ത്യയുടെ പ്രതിനിധി ഒരു അമേരിക്കൻ സെനറ്ററോട് പോയി ആവശ്യപ്പെടുകയാണ്, നമ്മളുടെ അധിക തിരുവ 25% കുറയ്ക്കാൻ താങ്കൾ ഒന്ന് ട്രംപിനോട് പറയണമെന്ന് അമേരിക്കയിലെ ഒരു സെനറ്ററോട് ഇന്ത്യയുടെ കച്ചവട ഡെലിഗേഷന്റെ പ്രതിനിധി ആവശ്യപ്പെടുകയാണ്. എന്താണ് ചെറിയാൻ ബാക്കി നിൽക്കുന്നത്? എന്ത് ആത്മാഭിമാനമാണ് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും സമരം ചെയ്തെടുത്ത ദേശീയതയിൽ ബാക്കി നിൽക്കുന്നത്? ഇതാണോ ദേശീയത? അതാണ് ദേശീയതയുടെ പ്രശ്നത്തിലാണല്ലോ RSS രാജ്യം ഭരിക്കുന്നത്. ആ അടിത്തറയിൽ തന്നെ നമ്മൾ ചോദിക്കണം, എവിടെ പരമാധികാരം, എവിടെ സ്വാതന്ത്ര്യം, എവിടെ ദേശീയത? ഇതിന് മറുപടി പറയാൻ കോൺഗ്രസിനും മറ്റു കക്ഷികൾക്കും കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ശക്തമായിട്ടുള്ള ഇതിനോടുള്ള ഒരു പ്രതിഷേധം എവിടെയാണ് വന്നിട്ടുള്ളത്? വന്നിട്ടില്ല. CPM മറ്റു കൂട്ടരും
CPM-ഉം മറ്റു ഇടതുപക്ഷ പാർട്ടികളും വെനസ്വേലയിലെ സോഷ്യലിസത്തിന്റെ പേരിൽ സമരം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ദേശീയത നഷ്ടപ്പെടുത്തുന്ന നിലപാടിനെതിരെ സമരം ചെയ്യലാണ് മുഡുറോയിന്റെ മോചനത്തിന് ഇന്ത്യക്കാർ ചെയ്യേണ്ട കാര്യം. അത് തന്നെ, അതായത് ഇന്ത്യൻ ദേശീയത എന്ന ഇത് നിങ്ങൾ പെരുമ്പറായിട്ട് കൊട്ടിഘോഷിക്കുമ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ ആത്മാഭിമാനത്തെ അടിയറ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ POK കാണിച്ചും ബംഗ്ലാദേശിലെ ചിക്കൻ നെക്ക് കാണിച്ചും അത് നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ശക്തമായി ഇന്ത്യയുടെ പരമാധികാരത്തെ മുന്നോട്ട് നിർത്തുന്ന സ്റ്റാൻഡുകൾ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് എത്രയും വേഗം അവർ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ചെയ്യും. കാരണം വെച്ചാൽ ടാരിഫ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 50% ടാരിഫ് ഒരിക്കലും താഴോട്ട് പോകത്തില്ല. അത് അറിയാം. അതുകൊണ്ടായിരിക്കണം ആരോ പറഞ്ഞ പോലെ RSSും BJPയുടെയും ഏറ്റവും നട്ടലായിരിക്കുന്നത് ബനിയ, അതായത് കച്ചവടക്കാരാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് താരിഫ് എന്ന് പറയുന്നത്, അതായത് ചുങ്കം കച്ചവടക്കാരെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന BJP സർക്കാരിനായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരിങ്ങനെയൊക്കെയുള്ള സ്റ്റാൻഡ് എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.